നമസ്കാരം. പിണറായി, സ്റ്റാലിൻ, മമതാ ബാനർജി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണുപോയ 3 രാഷ്ട്രീയ നേതൃത്വങ്ങൾ. ഇവർക്കേറ്റ തിരിച്ചടിയിൽ രാജ്യമാകെ പലവിധ മാധ്യമാഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. ആദ്യം കേരളത്തിൽ കണ്ട ഒരു വിചിത്രമായ ആഹ്ലാദാരവം കാണാം. ഇന്നലെ ധർമ്മടത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിനിടയിൽ പിണറായി വിജയൻ പിന്നിലായി എന്നറിഞ്ഞപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം 24 ന്യൂസിൽ നടത്തിയ ആഹ്ലാദ പ്രകടനം അത് ഇങ്ങനെയാണ്. അയ്യോ, അൺഡിമാജിനബിൾ, അൺഅക്സെപ്റ്റബിൾ, ഒരു നിവൃത്തിയില്ല. അയ്യോ, ഒരു നിവർത്തിയില്ല. വയ്യ, ധർമ്മടം ബഡി മുഷ്കില്, ആകെ പ്രശ്നം. കഴിഞ്ഞ 10 വർഷം ഉള്ളിലടക്കി പിടിച്ച ഫ്രസ്ട്രേഷന്റെ ബഹിർസ്ഫുരണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. പിണറായിയുടെ പതനത്തിലെ ഈ ആഹ്ലാദത്തെ നിർത്താതെ നടത്തിയ രാത്രികാല കഥാപ്രസംഗങ്ങൾക്ക് ഫലം കിട്ടിയതിലുള്ള സന്തോഷം എന്നൊക്കെ വിമർശകർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഇത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം ആഹ്ലാദമല്ലത്രേ. പലരും അതിൽ അണിനിരുന്നത് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ ചില മാധ്യമപ്രവർത്തകരും രാത്രികാല ചർച്ചാക്കാരും ഒക്കെ കൂടി ആഹ്ലാദിക്കുന്നത് പിന്നിൽ എന്താണ് കാരണം? അങ്ങ് ബംഗാൾ മുതൽ കേരളം വരെ നീളുന്നതാണ് ആ ആഘോഷം. 3 പേരുടെ പതനമാണ് ആഘോഷിക്കപ്പെടുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1 മമതാ ബാനർജി, 2 MK സ്റ്റാലിൻ, 3 പിണറായി വിജയൻ. ഭയങ്കര ആകുലതയാണ് ഇവിടുത്തെ നിലവിലെ സാഹചര്യം ആലോചിച്ചിട്ട്. അതേസമയം ആസാമിൽ ഒരു തുടർ ഭരണത്തിലേക്ക് BJP എത്തിയത് പോട്ടെ, അവിടെ ഈ NRC നടപ്പാക്കിയതിന് ശേഷം കംപ്ലീറ്റ് വാഷൗട്ടായ പ്രതിപക്ഷത്തെയോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെയോ കുറിച്ച് നമുക്ക് ആകുലതയൊന്നുമില്ല. ഈ 3 പതനമാണ് അവരെ ആഘോഷത്തിലേക്ക് നയിക്കുന്നത്. ഒരു ദശകമായി അവരാഗ്രഹിക്കുന്ന കേരളത്തിൽ പിണറായിയുടെ പതനത്തിലും കോൺഗ്രസിൻ്റെ വിജയത്തിലും അപ്പുറത്ത് പ്രതിപക്ഷത്തൊരു BJP ഗ്രൂപ്പ് കൂടി ജയിക്കുന്നു എന്നതുകൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കാരണമായി കാണാം. എല്ലാ കാലത്തും കോൺഗ്രസിന് ഇതുപോലെ അധികാരത്തിൽ ഏറിയാലും പ്രതിപക്ഷത്ത് CPMൻ്റെ നേതൃത്വമാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് ഇത്തരം മാധ്യമങ്ങൾക്ക് പിടിപ്പത് പണിയാണ്. പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യണം. മാധ്യമ പ്രതിപക്ഷം എന്നൊക്കെ പറയുമെങ്കിലും LDF പ്രതിപക്ഷത്താവുമ്പോൾ ഭൂരിഭാഗം മാധ്യമങ്ങളുടെയും സ്ഥിതി അതായിരുന്നില്ല. സോളാർ സമരത്തിൽ സമരക്കാരെ തൂറാൻ പറ്റാതെ സമരം നിർത്തിയവർ ഇന്നുവരെ ആഖ്യാനം വരുത്തി ആക്ഷേപിച്ചത് ഈ പ്രൈം ടൈം ചർച്ചകളിൽ നമ്മൾ 10 കൊല്ലം മുന്നേ കണ്ടതാണ്. എന്തായാലും ഇത്തവണ അവർക്കൊരാശ്വാസമുണ്ട്. അവിടെ BJPയുടെ 3 പേരടങ്ങുന്ന ഒരു പ്രതിപക്ഷ ഗ്രൂപ്പുണ്ട് എന്നുള്ളതാണത്. അതാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന് കണ്ട് അവർക്ക് ആത്മാർത്ഥമായി ജോലി ചെയ്യാം. അതാണ് ഇരട്ടി ആഹ്ലാദം. സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം, പ്രതിപക്ഷ മാധ്യമപ്രവർത്തനം എന്നെല്ലാം പറഞ്ഞ് ഈ മട്ടിൽ പെരുമാറുമ്പോൾ അതിന് പിന്നിൽ ഈ 3 പേരുടെ ഗ്രൂപ്പ് എങ്ങനെ ഇത് സാധിച്ചെടുത്തു എന്ന ഇരട്ടി ആഹ്ലാദം അതുകൊണ്ടാണ് അവർക്ക് ഉണ്ടാകുന്നത്. BJPക്ക് വഴിയൊരുങ്ങാതിരുന്ന കേരളത്തിൽ അത് സംഭവിച്ചു എന്ന പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന റിസൾട്ട്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്നലെ രാത്രി ചർച്ചയുടെ തലക്കെട്ട് തന്നെ പരാജയൻ എന്നായിരുന്നു. B അശോകും വിനു വി ജോണുമായുള്ള ചർച്ചയിൽ പങ്കുവച്ച ആഹ്ലാദ പ്രകടനവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. 2036 തെരഞ്ഞെടുപ്പിൽ CPM അല്ല BJP മുഖ്യ എതിരാളി ആയി മാറുമെന്നും UDFും NDAയും എന്ന മട്ടിൽ ബംഗാൾ മോഡലിൽ ഇവിടെ ഇടതുപക്ഷം ഇല്ലാതാകും എന്നും പുതിയ സഖ്യം മുന്നണി രൂപപ്പെടും എന്നുള്ള പ്രതീക്ഷ. LDFന് പകരം NDA വരും എന്ന ആശയം അതാണ് B അശോക് മുന്നോട്ട് വെച്ചത്. അതായത് പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാരിലെയോ പിണറായിയുടെയോ അല്ലെങ്കിൽ ആ ടീമിൻ്റെയോ പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ആത്യന്തികമായി CPM LDFനെ തന്നെ മാറ്റുക, അവിടേക്ക് NDA വരിക എന്ന ഒരു പുലർകാലത്തിന് വേണ്ടി 2036 വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു എന്നതാണ് ഈ ആശയ പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാവുക. LDF പോയി NDA വരുമെന്ന പ്രതീക്ഷാ നിർഭരമായ ഉള്ളിലിരിപ്പ് ഇവിടെ കാണാം. മമതയും സ്റ്റാലിനും പിണറായിയും പതിച്ചു എന്നത് ആകെ മൊത്തം സന്തോഷദായകമാകുന്നത് അങ്ങനെയാണ്. ആ പ്രതീക്ഷയുടെ പിന്നിൽ 3 നേതൃത്വങ്ങളുടെ പതനം മാത്രമായിരുന്നില്ല. ദേശീയ തലത്തിൽ വ്യാപിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ ഒരേ ശബ്ദത്തിൽ സംസാരിച്ചവരാണ് ഇവർ 3 പേരും. കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലമായി നരേന്ദ്രമോദിക്ക് തലവേദനയുണ്ടാക്കിയവർ, നേരിട്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്തും കോടതികളിൽ ഏറ്റുമുട്ടിയുമൊക്കെ മുന്നോട്ട് പോയവർ, കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കേരളത്തോട് കാണിച്ച സാമ്പത്തിക
സാമ്പത്തിക ക്രൂരതയ്ക്കെതിരെ പിണറായി സർക്കാർ നൽകിയ പരാതി ഇപ്പോഴും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലുണ്ട്. മോദിക്ക് മേലെ ഒരു ഡെമോക്രസിന്റെ വാളായി. അതെന്താവുമെന്ന് ഇനി മറ്റ് കോൺഗ്രസ് സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തിൽ വരാനിരിക്കുന്ന സർക്കാർ ഇനി ആ നിലപാട് തുടരുമോ? മോദിക്ക് മുന്നിൽ മൗനമായിരിക്കുമോ? എന്തായാലും മാധ്യമാഹ്ലാദങ്ങളിൽ ഈ കലിപ്പ് മൊത്തം കാണാം. നമ്മുടെ മോദിനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നതിലുള്ള കലിപ്പ്. ഹാഷ്മിയുടെ തലവിറപ്പിച്ചുള്ള ആഹ്ലാദ പ്രകടനത്തെപ്പറ്റി തീക്കുട്ടി എന്ന പ്രൊഫൈലിൽ എഴുതിയൊരു കുറിപ്പ്, ചെറിയൊരു കുറിപ്പുണ്ട്, അത് വായിക്കാം. ആദ്യ റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പിന്നിലാണ് എന്ന വാർത്തയറിഞ്ഞ് അപസ്മാരം ബാധിക്കാൻ തുടങ്ങുന്ന ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ചിത്രമാണ് ഇത്. ശേഷം അവിടെ കിടന്നൊരു മാധ്യമപ്രവർത്തകൻ കാണിക്കുന്ന കോപ്രായങ്ങളും ബാധകീറിയ പ്രകടനവും കാണുമ്പോഴറിയാം എത്രമാത്രം നിര്യാതന ബുദ്ധിയോടെയാണ് ഈ നിഷ്പക്ഷ മീഡിയക്കാരൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഇയാളൊക്കെ ഈ നാശം ആഗ്രഹിച്ചു കണ്ടത് എന്ന്. ഇനിയും ബാക്കി റൗണ്ടുകളുണ്ടെന്നും എണ്ണാനുള്ളത് ഏറ്റവും ചുരുങ്ങിയത് 15,000 ഭൂരിപക്ഷം കടത്താൻ പോകുന്ന പ്രദേശങ്ങളാണെന്നും സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഒതുക്കത്തിൽ ഉറപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഹാഷ്മി പിണറായി വിജയൻ്റെ പതനം തീരുമാനിച്ചുറപ്പിച്ചു. ഇത്രമാത്രം വൈരാഗ്യ ബുദ്ധിയുള്ള മാധ്യമ മുഖങ്ങളാണ് ഭേദപ്പെട്ടൊരു ഗവൺമെൻറ് ആയിട്ടുകൂടി ഇടതുപക്ഷത്തിനെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ മുന്നിൽ നിന്നത്. ഇത് അനുഭാവികളെങ്കിലും ചിലരോട് മറന്നുപോയിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നു. ഞാനിത് പറയാൻ കാരണം പല വിഷയങ്ങളിലും ഹാഷ്മിയുടെ അടക്കം ഇൻട്രോ ഷെയർ ചെയ്തുകൊണ്ട് അയാൾ പറയുന്നതിലും ശരിയില്ലേ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ധാരാളം ഇടത് ടച്ചുള്ള കുടുംബങ്ങളുണ്ട്, ഇടതു പശ്ചാത്തലമുള്ള കുടുംബങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് സ്ത്രീ വോട്ടർമാർ. ഇവരെല്ലാം ഇത്തരം കഴുകന്മാർ കൃത്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും പറയാൻ കഴിയും എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ഇക്കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനത്തിനെതിരെയും സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളെ അനുകൂലിച്ചും നിലപാടെടുത്ത മാധ്യമങ്ങളെ കൂടി ഈ ഘട്ടത്തിൽ ശരിയാക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് തിരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ അടക്കം നോട്ടമിട്ടുകൊണ്ട് റിപ്പോർട്ടർ ടിവിയെയും ചില യൂട്യൂബ് ചാനലുകളെയും സോഷ്യൽ മീഡിയകളെയും ഒക്കെ, ഒപ്പം ചില മാധ്യമപ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകർ എടുക്കുന്ന മലയാളം ഇതര മാധ്യമങ്ങളിൽ കൽക്കട്ടയിൽ അടക്കം പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരെ അടക്കം നോട്ടമിട്ടുകൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്തും വിധത്തിലുള്ള ആശയപ്രചരണം ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ അത്തരക്കാരെ കണ്ടെത്തി അന്വേഷണം നടത്തി പൂട്ടണം എന്നാണ് പരസ്യമായി തന്നെ പറയുന്നത്. സംഘപരിവാറിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത് വിടുന്ന മാധ്യമപ്രവർത്തകരെ അടക്കം ലക്ഷ്യമിട്ടുള്ള പരിപാടി. ഇത്തരക്കാർക്ക് പണം നൽകി പറയിച്ചതാണ് എന്നും അടുത്ത സർക്കാർ അന്വേഷണം നടത്തണം എന്നുമുള്ള ആവശ്യം പരാജയൻ എന്ന തലക്കെട്ടിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ നടത്തിയ ചർച്ചയിൽ അവതാരകനും മറ്റൊരു മാധ്യമപ്രവർത്തകനായ രാജേഷ് രാമേന്ദ്രൻ ഉന്നയിച്ചു. രാജേഷ് രാമേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തിരുവനന്തപുരത്തിരുന്ന് മോദിയുടെ ഫാഷിസത്തിനെതിരെ ഗീർവാണം മുഴക്കും, കൽക്കട്ടയിലിരുന്ന് മോദിയുടെ ഫാഷിസത്തിനെതിരായി വലിയ വിപ്ലവം ഉണ്ടാക്കും. മമതാ ബാനർജി കാണിക്കുന്ന വൃത്തികേടുകളും ഇവിടെ പിണറായി സർക്കാരിൻ്റെ കീഴിൽ റോഡുകളിൽ കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസ് അടക്കുന്നതടക്കം പറയാതിരിക്കുക, ഇവിടുത്തെ ഫാഷിസം കാണാതിരിക്കുക, ഭരിക്കുന്ന പാർട്ടികളുടെ സ്ഥാപനങ്ങളിൽ മോദിക്കെതിരായി സമരമുഖം തുറക്കുക. ഗോദി മീഡിയ എന്ന് പറയുന്നത് കേന്ദ്രത്തിലല്ല ഇവിടെയൊക്കെയാണ് എന്നാണ് മൂപ്പര് രാജേഷ് രാമേന്ദ്രൻ്റെ വിചിത്രമായ വാദം. ഇതൊക്കെ പണം വാങ്ങി ചെയ്യുന്നതാണ്, മലയാളത്തിലെ ചില ചാനലുകളും ഇതിലുണ്ട് എന്നൊക്കെയാണ് ആഖ്യാനം ചെയ്യുന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഉള്ളടക്കം പരിശോധിക്കുമ്പം എന്താണ് ഉള്ളിലിരിപ്പ് എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവിടെ വരെ അത് എത്തിയത്. സംഗതി മോദിക്കെതിരായി സംഘപരിവാറിനെതിരായി പറയുന്ന മാധ്യമപ്രവർത്തകരെ ഈ ഗ്യാപ്പിൽ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചതാണ് ആൾക്കാർ. അതോടൊപ്പം മലയാളത്തിൽ തങ്ങൾക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന ചാനലുകളെ സംശയമുനയിൽ നിർത്താൻ മുൻനിര ചാനലുകൾക്കും ഇതിനുള്ള പരിപാടികളുണ്ട്. ബംഗാളിൽ BJP വന്നു, ആ BJPയെ കൊണ്ട് മമതയെ മാത്രമല്ല മമത അനുകൂലികളായി നിന്ന് മോദിക്കെതിരെ പറഞ്ഞവരെ റെഡിയാക്കുക. തമിഴ്നാട്ടിൽ ഇനിയും പറയാനിരിക്കുന്നവരെ ഇപ്പോഴേ കൈകാര്യം ചെയ്യുക. കേരളത്തിൽ ഇതുവരെ പറഞ്ഞവരെ ഇനി പറയാൻ സാധ്യതയുള്ളവരെയും പേടിപ്പിച്ച് നിർത്തുക. അവരുടെ സങ്കല്പത്തിൽ NDA വരുന്ന 2036 വരെ, നേരത്തെ ബി അശോക് പറഞ്ഞ 36 വരെ ഇത് തുടരണം. അതിനായുള്ള പരിപാടികളാണ് നടക്കുന്നത് എന്ന് മാധ്യമങ്ങളിലെ ഈ ചർച്ചാ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാധ്യമപ്രവർത്തക VP റെജീന എഴുതുന്നത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അവർ എഴുതുന്നു: ഈ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ നേർത്ത കിരണമെങ്കിലും തിരയുന്നവർക്ക് ഏറെ നിരാശയും ദുഃഖവും സമ്മാനിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. BJPയുടെ സ്ട്രാറ്റജികൾ എല്ലായിടത്തും വിജയം കണ്ടു. ബംഗാളിൽ, തമിഴ്നാട്ടിൽ, അസമിൽ, ഈ കേരളത്തിലും. ഓരോ തവണയും അവർ ജനാധിപത്യ സംവിധാനങ്ങളെ കൂടുതൽ കരുത്തോടെ ആക്രമിക്കുന്നു. ചിലയിടത്ത് പാർട്ടികളെ വിഴുങ്ങിയിട്ട്, ചിലയിടത്ത് മുന്നണിയെ തന്നെ തുടച്ചു നീക്കിക്കൊണ്ട്, മറ്റ് സ്ഥലത്ത് നിഴൽ പാർട്ടികളെ മത്സരരംഗത്ത് ഇറക്കി ജയിപ്പിച്ചുകൊണ്ട്. ബംഗാളിൽ മമതയെ പോലെ അരക്ഷിതരാക്കപ്പെട്ട ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിച്ച രാവും പകലുമില്ലെന്നില്ലാതെ പൊരുതിയൊരു മുഖ്യമന്ത്രി അടുത്തുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും ഇടയില്ല. ഇത്ര ആഴമേറിയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് പൊരുതാൻ പാകം ഇനിയൊരു തെരഞ്ഞെടുപ്പ് കാലം വരുമോ എന്ന് പോലും ആശങ്കയാണ്. പോളിഷ്ഡും കളർഫുള്ളുമായ ഫാൻ ബേസ്ഡ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാകാൻ മത്സരിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. വിഴുങ്ങുന്ന ഡീപ്പായ രാഷ്ട്രീയ സാഹചര്യത്തെ തൊടാൻ താല്പര്യമേയില്ല. തമിഴ്നാട്ടിൽ മരുന്നിന് പോലും ഒരു ഐഡിയോളജിയുടെ പിൻബലമില്ലാത്ത വിജയ് സമാഹരിച്ച ന്യൂജൻ വോട്ടുകൾ നമ്മെ ചുറ്റിമുറുക്കാൻ പോകുന്ന വൻ ദുരന്തത്തിൻ്റെ സൂചനയാണ്.
സ്റ്റാലിൻ ഒരിക്കലും നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ അരങ്ങൊഴിയാൻ പാടില്ലാത്ത മുഖ്യമന്ത്രിയായിരുന്നു. നേർക്കുനേരെ ഏറ്റുമുട്ടാൻ ത്രാണിയില്ലാത്തതിനാൽ അവിടെ BJP പയറ്റിയ ഏജൻസി രാഷ്ട്രീയം സമർത്ഥമായി ഫലം കണ്ടു. കേരളത്തിലാവട്ടെ ഫലത്തിൽ തലസ്ഥാനം അവരുടെ കൈകളിലായി കഴിഞ്ഞു. അമിത്ഷാ വാഗ്ദാനം ചെയ്തതുപോലെ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരും മുഖമടിച്ചു വീണു. ഇനി ഒരിക്കലും അതിൻ്റെ ഉയിർപ്പ് സാധ്യമല്ലാതാക്കാനുള്ള വഴികൾ അവർ പയറ്റും. BJPയുടെ വർഗീയതയെ മാത്രമാണ് എതിർത്തുകൊണ്ടിരുന്നത്. കോർപ്പറേറ്റ് ഭീകരത ഒരു പാർട്ടിയും തൊട്ടില്ല. ജയറാം രമേശും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം കേന്ദ്രത്തിനോട് എതിരിടുന്ന പലതും പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കൾ തിരിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് വേണം കരുതാൻ. അതുകൊണ്ടൊക്കെയാണ് 3 സീറ്റുകൾ BJP പിടിച്ചെടുത്തതൊന്നും ഉന്മത്തമായ ആഘോഷങ്ങളുടെ പൊലിമ കുറക്കാത്തത്. ബംഗാളിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും ഭൗമശാസ്ത്രപരമായ സ്ഥാനം നിർണായകമാണ്. നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം എടുത്തു നോക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ബംഗാൾ ഉൾക്കടലിലെയും തീര സംസ്ഥാനങ്ങളെ അവർ ചുറ്റി വരികയാണ്. അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത്ര നിർണായകമായ ഒരു ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണിത്. ഗെയിം ചേഞ്ചർ എന്ന് പറയാൻ പാകത്തിൽ തീരമേഖലകളിൽ നിന്നും വനപ്രാന്തങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കാഴ്ചയായിരിക്കും ഇനി അങ്ങോട്ട്. ഇനി ഭരിക്കാൻ പോകുന്നവർ ഇതിനെക്കുറിച്ചൊക്കെ കൺസേൺഡ് ആണോ? പ്രതിപക്ഷമില്ലാത്ത ഭരണപക്ഷത്തെ ആര് തിരുത്തും? രാഷ്ട്രീയത്തെ സിനിമയിലെ നായകരെയും വില്ലന്മാരെയും പോലെ അരിയിട്ട് വാഴിക്കുന്ന ജനങ്ങളോ അതിനെ പൊലിപ്പിച്ച് ലാഭം കൊയ്യുന്ന മാധ്യമങ്ങളോ സമൂഹ മാധ്യമങ്ങളിൽ പോർവിളിച്ച് ഹരം കൊള്ളുന്ന ആരാധക കൂട്ടങ്ങളോ എന്നാണ് VP റിജിന ചോദിക്കുന്നത്. പ്രസക്തമായ ഈ മാറ്റം തമിഴ്നാട്ടിൽ ബംഗാളിൽ നേരിട്ട് മാറുക, തമിഴ്നാട്ടിൽ പകരം സംവിധാനം ഏജൻസികളെ ഇറക്കി തമിഴ്നാട്ടിലും കേരളത്തിലും മാറുക എന്ന സൂചന വ്യക്തമാണ്. VP റിജിന പറയുന്നതിൽ നിന്നും വ്യക്തമാണ്. ചിലർ തിരിച്ചറിയുന്നു, ചിലർ പ്രതിപക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇതുവരെ ചെയ്തത് എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഘട്ടം കൂടിയായി നമ്മുടെ മുമ്പിലേക്ക് അവതരിക്കുന്നു. ഹാഷ്മിമാരുടെ ആഹ്ലാദ പ്രകടനങ്ങളുടെ തുടർച്ചകൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. ജാഗ്രതയോടെ. നന്ദി, നമസ്കാരം.